3 പേര്, കൊല്ലത്ത് നിന്ന് ഒരു വനിതാ നേതാവ്, CPM-ൻ്റെ വനിതാ നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ചേർന്നു. ഇന്ന് ഞരളത്ത് ഹരിഗോവിന്ദൻ ചേരുന്നു. ഇതിപ്പോൾ വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് ഇങ്ങനെ ആളുകൾ ചേർന്നിട്ടുണ്ട് അല്ലേ? എത്രയോ പേര് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നിതിൻ കിഷോർ ചിറ്റാറിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു CPM-ൻ്റെ. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ലീഗ് ചേർന്നാണ്. ഇപ്പോൾ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റാണ്, ദേശീയ വൈസ് പ്രസിഡന്റ് മറ്റൊക്കെയാണ്, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇത് നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് വാർത്തയാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലീഗിനെ ചാരിക്കൊണ്ട് വലിയ തോതിലുള്ള വർഗീയ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മനസ്സുമെടുത്ത ആളുകൾ അതിൻ്റെ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ്. അവർ മുസ്ലിം ലീഗിൻ്റെ ആദർശം കണ്ടിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇതിനേക്കാൾ നല്ല പാർട്ടിയായിട്ടോ എന്നുള്ളതല്ല, മുസ്ലിം ലീഗിനെ മുൻനിർത്തി നടക്കുന്ന വർഗീയ പ്രചാരണത്തിൽ മനം മടുത്ത് അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആളുകൾ ചേരുന്നത്. ഇത് പലതരം സ്വഭാവമുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ അതിന് മുമ്പ് അവരുടെ പൂർവാശ്രമം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഞരളത്ത് ഹരിഗോവിന്ദൻ ഒരു CPM സഹയാത്രികനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ഒരു CPM സഹയാത്രികനാണ്. ദേശാഭിമാനിയുടെ പാലക്കാട് എഡിഷൻ്റെ അവിടുത്തെ യൂണിറ്റിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം ആ ഉദ്ഘാടന വേദിയിൽ ഇടയ്ക്ക് വെട്ടിയ ആളാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഫേസ്ബുക്കിലാണ് കുറേ വർഷം കഴിഞ്ഞ്. അതായത് കേട്ടാലറയ്ക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫേസ്ബുക്കിൽ കാണുന്നത്. കഴിഞ്ഞൊരു 4-5-6 വർഷമായിട്ട് ഇപ്പോൾ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഇടവേള ഉണ്ടായിട്ടുണ്ട്, ഞാനതിൽ മാപ്പി വയ്ക്കുന്നു, എൻ്റെ പശ്ചാത്താപമാണ് ലീഗിൽ ചേരാൻ കാരണം. ചിലപ്പോൾ അങ്ങനെയുമാവാം. ഞാൻ കുറച്ച് നാൾ ഈ വർഗീയ പ്രചാരകനായിരുന്നു, അതിൽ അദ്ദേഹം പശ്ചാത്താപ വിഷയനായിട്ടാണ് ചിലപ്പോൾ അപ്പോൾ ലീഗിൽ ചേരുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു രാഷ്ട്രീയ തീരുമാനം എന്നൊരു സാമൂഹിക പ്രതിഭാസമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിക്കുള്ള ആളുകളുടെ പ്രൊട്ടസ്റ്റായി ആ ഒരു ചേഞ്ചിനെയാണ് കാണുന്നത്. ഇപ്പം സന്ദീപ് വാര്യർ എടുക്കുക, അദ്ദേഹം കടന്ന പരാമർശങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും അദ്ദേഹം ഒരു ബന്ധത്തിന്റെ പേരിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലീഗുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് തൃക്കരിപ്പൂരിലെ സ്ഥാനത്തൊക്കെ നോക്കിയാലും അദ്ദേഹം പോയതൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഈ മാറ്റം. അത് ആ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കണ്ടത് BJP-യിൽ ചേരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ലീഗിൽ ചേരുന്നത്. അതാണ് ഞാൻ ബേസിക്കലി എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് മാത്രമല്ല, അജിംസ് പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ പറയുക, അതിനകത്തൊരു പൊളിറ്റിക്കൽ മെസ്സേജും കൂടി ഉണ്ട്. ലീഗിൽ ചേരുക എന്ന് പറയുന്നതിനകത്തൊരു നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്താണ്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ ലീഗിനെതിരെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഞാനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് നമ്മൾ ആലോചിക്കണം. ലീഗിനെതിരെയായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല, അതിനപ്പുറം ഞാനൊന്നും പറയേണ്ടതല്ല എന്ന് പറയുന്നു. ലീഗിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടുള്ളതാണോ? കേരളത്തിൻ്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ മതസൗഹാർദ്ദം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക സൗഹാർദ്ദം അല്ലെങ്കിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യം പലരും അംഗീകരിക്കുന്ന കാര്യമാണ്.